ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ മോഡൽ നമുക്ക് പരിചയപ്പെടാം. നോക്കിയാലോ? ടീച്ചർ ഇവിടെ ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്നൊന്നും മനസ്സിലാവണ്ടാവില്ല അല്ലേ? നമ്മളത് ശ്രദ്ധയോടെ നോക്കിയാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ പിടികിട്ടിട്ടുണ്ടോ? കിട്ടിയോ എന്തെങ്കിലും? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാക്കുകൾ തെറ്റിച്ചാണ്, വാക്കുകളുടെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ ക്രമപ്പെടുത്തി വാക്കുകൾ ശരിയാക്കണം. എന്താ ചെയ്യേണ്ടത്? അക്ഷരങ്ങൾ ക്രമപ്പെടുത്തി വാക്കുകൾ ശരിയാക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയാലോ? ഓക്കെ. അപ്പോൾ ആദ്യത്തേത് ച തി ങ. കണ്ടോ? ഇതൊരു വാക്കാണ്. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിരിക്കുന്നത് മാത്രം. അപ്പൊ ഇതെങ്ങനെയായിരിക്കും ശരിയായ വാക്കായിട്ട് വായിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ? ച തി ങ. അതൊരു വാക്കായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി തി ങ ച അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈ 3 അക്ഷരങ്ങൾ ചേർത്ത് പഠിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതേതാണ്? ടീച്ചർ ആദ്യത്തെ പറഞ്ഞു തരാം. അപ്പൊ ബാക്കിയത്തെ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് കിട്ടും. നോക്കി. ച ങ തി. എന്താണ്? ചങ്ങാതി. എന്താണ് ചങ്ങാതി? കൂട്ടുകാരൻ. പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ചങ്ങാതി. എന്താണ് ചങ്ങാതി? കൂട്ടുകാരൻ. കണ്ടോ? ഇതിപ്പോ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ച ഇവിടെ, ങ ഇവിടെ, തീ ഇവിടെ അല്ലെ? ഇതൊരുമിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ ക്രമപ്പെടുത്തി എന്ത് ചെയ്യണം? വാക്ക് നിർമ്മിക്കണം. മനസ്സിലായോ? ച ങ തി. ചങ്ങാതി. കണ്ടോ? ഇപ്പൊ എന്തായി? ചങ്ങാതി. ഇതാണ് ശരിയായ വാക്ക്. അടുത്തത് 1 2 3. രണ്ടാമത്തെ ഇൾ ങ നീ. എന്താണ്? ഇൾ ങ നീ. എന്തായിരിക്കും വരുന്നത്? ഈ 3 അക്ഷരങ്ങൾ ചേർത്തൊരു വാക്കാണിത്. വാക്കിലെ അക്ഷരങ്ങള് തെറ്റിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതെങ്ങനെ ഒരു വാക്കായിട്ട്, ശരിയായ വാക്കായിട്ട് നിർമ്മിക്കാൻ പറ്റും? യെസ്. നീ ങ ഇൾ എന്ന് പറഞ്ഞേ. യെസ്. നീ ങ ഇൾ. കണ്ടാ? നിങ്ങൾ. കിട്ടിയില്ലേ? ഇതാണ് ശരിയായ വാക്ക്. ഓക്കെ. മൂന്നാമത്തെ ഴു ക ത്. ഇതെങ്ങനെയായിരിക്കും? പഠിച്ചതാണെങ്കിൽ ഓർമ്മ കിട്ടും. ഴു ക ത്. ഇതെങ്ങനെ ഒരു വാക്കായിട്ട് നിർമ്മിക്കാൻ പറ്റും? തെറ്റിച്ചു കൊടുത്തിരിക്കുന്നതിന് എങ്ങനെ ശരിയാക്കാം? ആദ്യം ഏത് വരണം? ക. അടുത്തത് ഴു ത് അല്ലേ? കഴുത്ത്. എന്താണ്? കഴുത്ത്. കിട്ടിയോ? കഴുത്ത്. ഓക്കെ. ചങ്ങാതി, നിങ്ങൾ, കഴുത്ത്. ശരിയായില്ലേ? ഉണ്ടോ? ഇതുപോലെ പരീക്ഷയ്ക്ക് എന്ത് വരാം? നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾ പഠിക്കാൻ തന്നിരിക്കുന്നതിൽ നിന്നോ ഒക്കെ, നോട്ട്ബുക്കിൽ തന്നിരിക്കുന്നതിൽ നിന്നൊക്കെ തെറ്റിച്ച് വാക്കുകൾ തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ആക്കി എഴുതണം. അതിനെന്താണ് ഒരു മാർഗം? സ്ഥിരമായി വായിക്കണം. എന്താ ചെയ്യേണ്ടത്? സ്ഥിരമായി വായിക്കണം. വായന നന്നായിട്ടുള്ളവർക്കാണ് ഇതുപോലുള്ള അക്ഷരങ്ങള് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെട്ടെന്ന് തെറ്റ് ചെയ്തിരിക്കുന്നതിനെ ശരിയാക്കി മനസ്സിലാക്കാൻ എഴുതാനും പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നന്നായിട്ട് വായിക്കണം. അടുത്ത വാക്കുകളിലേക്ക് പോകാം. ടീച്ചർ തെറ്റിച്ചെഴുതും, നിങ്ങൾ വേണം അത് കറക്റ്റ് ആക്കി എഴുതാൻ. ഓക്കെ. വായോ. കണ്ടോ? അടുത്ത സെറ്റ് വാക്കുകൾ തെറ്റിച്ച് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ശരിയാക്കി എഴുതണം. നോക്കാം. വാ. യം കു പ. കണ്ടോ? ഇത് ചേർത്ത് ഒരു വാക്കുണ്ടാക്കി.
അക്ഷരങ്ങൾ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായ ക്രമത്തിൽ എഴുതി ഒരു വാക്കുണ്ട്, അർത്ഥപൂർണമായ അർത്ഥം വരുന്ന ഒരു വാക്കുണ്ടാക്കണം. എന്താണ്? കു പാ യം. എന്താണ്? കുപ്പായം. അടുത്തത് ഉ രം ത. എന്തായിരിക്കും? പഠിച്ചിട്ടുണ്ടല്ലോ. ഉ ത രം. കണ്ടോ? ഉത്തരം. അടുത്തത് കാ ത ലി. വളരെ എളുപ്പമായിട്ട് കിട്ടും. എന്താണ്? ത കാ ലി. യെസ്, തക്കാളി. അടുത്തത് ത പ ഏ രം. എന്തായിരിക്കും? നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ബനാന. എന്താണ്? ഏത്തപ്പഴം. ഏ ത പ രം. ഓക്കെ. കണ്ടോ? അപ്പോ ഇതുപോലെ അർത്ഥപൂർണമായ വാക്കുകള് തെറ്റിച്ച് തെറ്റായ ക്രമത്തിൽ നിങ്ങളുടെ മുൻപിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ വരാം. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ശരിയായ ക്രമത്തിൽ എഴുതി അർത്ഥപൂർണമായ വാക്കാക്കി മാറ്റിയെടുക്കണം. അതിന് വായന കൂടിയേ തീരൂ. കുറച്ചും കൂടെ ഉണ്ട്, നമുക്ക് കുറച്ച് വാക്കുകൾ കൂടെ ടീച്ചർ തരാം. ഓക്കെ, ഇതുപോലെ ശരിയാക്കി എഴുതാം നമുക്ക്. അടുത്തത് നോക്കിയേ, വേറെ കുറച്ച് വാക്കുകള് ടീച്ചർ ഇവിടെ തെറ്റിച്ചെഴുതിയിട്ടുണ്ട്. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളത് ശരിയാക്കണം. നോക്കിയേ, ഥ പ്ര ന. ഇത് വാക്കുകൾ കുറെയൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ടും നമ്മൾ ഉപയോഗിക്കുന്നതായതുകൊണ്ടും ടീച്ചറിന്റെ കുഞ്ഞുമക്കള് വായിക്കുന്നുണ്ട് എന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പറയാണ്, വായിക്കുന്നത് കൊണ്ടും എന്താണ്, കുറെ വാക്കുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലെ? അപ്പൊ നോക്കിയേ, ഥ പ്ര ന. എന്താണ്? ഇതെങ്ങനെ കൂട്ടി വായിക്കും? പ്രാ ഥ ന. കണ്ടോ? പ്രാർത്ഥന. വാക്കുകള് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. സ്ഥിരമായി വായന ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വാക്കുകള് അല്ലേ തെറ്റും ശരിയും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ശരി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം അല്ലേ? എന്നാലാണ് അത് തെറ്റാണ് ഇത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് വായന കൂടിയേ തീരും. എല്ലാ ദിവസവും 15 മിനിറ്റ് വായിക്കണം. എല്ലാ ദിവസവും, ഒറ്റ ദിവസം മുടങ്ങരുത്. ഓക്കെ, അടുത്ത വാക്കിലേക്ക് വരാം. ഷ ഭ ണം. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ എന്താണത്? ഭക്ഷണം. ഭക്ഷണം. അടുത്തത് മൂന്നും ഒരു ചോദ്യവാക്കാണ്. ഇതിപ്പോ ചോദ്യചിഹ്നം ഇട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ചോദ്യചിഹ്നം ഒന്നും ഇട്ടു എന്ന് വരില്ല. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് നിങ്ങൾക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി ടീച്ചർ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നു എന്ന് മാത്രം, ചോദ്യചിഹ്നം ഇട്ടിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ മനസ്സിലാവൂലോ. ടേ എ വി എങ്ങനെയായിരിക്കും? എവിടെ. എ വി ചോദ്യചിഹ്നം. ഓക്കെ, അടുത്തത് പോ എ ൾ. എന്തായിരിക്കും? എപ്പോൾ. അടുത്തതോ കോ ന്തു എ ണ്ട്. എങ്ങനെയായിരിക്കും?
ആ കറക്റ്റാണ്, പറഞ്ഞു. എന്തുകൊണ്ട്. യെസ്. എന്തുകൊണ്ട്. ഉണ്ടോ? പ്രാർത്ഥന, ഭക്ഷണം, എവിടെ, എപ്പോൾ, എന്തുകൊണ്ട്. കിട്ടിയില്ലേ? ചിലതൊക്കെ, ചില വാക്കുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. എന്നാലും കുറെയൊക്കെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് പിടികിട്ടും. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? നമുക്ക് ശരിയായി അറിയാവുന്നത് കൊണ്ടാണ്, അല്ലേ? ശരിയായി അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? വായിക്കണം, മറക്കരുത്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും നിങ്ങൾ വായിക്കുന്ന സ്റ്റോറി ബുക്ക് ആണെങ്കിലും നന്നായിട്ട് വായിക്കണം. അപ്പോഴാണ് അക്ഷരങ്ങളും ചിഹ്നങ്ങളും വാക്കുകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പരിചയം ഉള്ളതായി മാറുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി. ശുഭദിനം.